ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിചിത്രമായ രണ്ട് പക്ഷികളെ പരിചയപ്പെടാം. ശത്രുക്കളെ തുപ്പിത്തുരത്തുന്ന ഫുൾമറും ചിറകിനെ കുട പോലെയാക്കി തന്ത്രപരമായി മീൻ പിടിക്കുന്ന ബ്ലാക്ക് ഹെറോണും. പ്രകൃതിയിലെ അത്ഭുതകരമായ രണ്ട് പക്ഷികൾ. ആദ്യമായി നമുക്ക് ഫുൾമറുകളെ പരിചയപ്പെടാം. ജീവികൾക്കിടയിൽ നിരവധി സവിശേഷമായ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാൻ ഇതവരെ സഹായിക്കുന്നു. ശരീരാവയവങ്ങളോ സ്രവങ്ങളോ ആയുധങ്ങളായി ഉപയോഗിച്ച് ഇത്തരം ജീവികൾ തന്ത്രപരമായി രക്ഷപ്പെടുന്നു. പക്ഷികളുടെ കൂട്ടത്തിലുമുണ്ട് ഇങ്ങനെ ഡിഫൻസ് മെക്കാനിസത്തിലൂടെ രക്ഷപ്പെടുന്നവർ. അത്തരത്തിലുള്ള ഒരു പക്ഷിയാണ് ഫുൾമർ. ചാരനിറത്തിലും വെള്ള നിറത്തിലും കാണപ്പെടുന്ന ഇവ ഒരു കടൽ പക്ഷിയാണ്. പ്രൊസല്ലാരിഡേ എന്ന കടൽ പക്ഷികളുടെ കുടുംബത്തിലാണ് ഫുൾമറുകൾ ഉൾപ്പെടുന്നത്. കാഴ്ചയിൽ ആൽബട്രോസുകളോടാണ് ഇവയ്ക്ക് കൂടുതൽ സാമ്യം. വടക്കൻ ദ്വീപുകളിലും ഇംഗ്ലണ്ടിൻ്റെ കിഴക്ക്, തെക്ക്, വടക്ക് ഭാഗങ്ങളിലുമാണ് ഈ പക്ഷികളെ കൂടുതലായി കാണുന്നത്. നോർത്തേൺ ഫുൾമർ, സൗത്തേൺ ഫുൾമർ എന്നിങ്ങനെ രണ്ട് തരം ഫുൾമർ പക്ഷികളുണ്ട്. നോർത്തേൺ ഫുൾമർ നോർത്ത് അറ്റ്ലാന്റിക്കിലും സൗത്തേൺ ഫുൾമർ തെക്കുള്ള സമുദ്രഭാഗങ്ങളിലുമാണ് വസിക്കുന്നത്. 1840 സ്കോട്ടിഷ് പ്രകൃതിശാസ്ത്രജ്ഞനായ ആൻഡ്രൂ സ്മിത്താണ് ഈ പക്ഷികളെക്കുറിച്ച് ആദ്യമായി വിവരിക്കുന്നത്. ജയന്റ് ഫുൾമറാണ് ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗം. 5 കിലോഗ്രാമോളം ഭാരത്തിൽ വളരുവാൻ കഴിയുന്ന ഈ പക്ഷിയുടെ ചിറകിന് 6.5 അടിയോളം നീളവുമുണ്ടായിരിക്കും. ഫുൾമർ പ്രിയോണാണ് ഏറ്റവും ചെറിയ ഫുൾമർ. 200 ഗ്രാമിൽ താഴെയാണ് ഇവയുടെ ഭാരം. കടൽ ജീവികളും മത്സ്യങ്ങളുമാണ് ഫുൾമറുകളുടെ പ്രധാന ഭക്ഷണം. നൂറുകണക്കിന് പക്ഷികളുള്ള കോളനികളായാണ് ഇവ ജീവിക്കുന്നത്. കടലിനോട് ചേർന്നുള്ള പാറ ഇടുക്കുകളിലോ മലഞ്ചെരിവുകളിലോ ആണ് ഫുൾമറുകൾ കൂടുണ്ടാക്കുന്നത്. പെൺപക്ഷി 1 അല്ലെങ്കിൽ 2 മുട്ടകൾ ഇടുന്നു. മുട്ടകൾക്ക് വെളുത്ത നിറമാണ്. 50 ദിവസങ്ങൾക്ക് ശേഷം മുട്ടകൾ വിരിയും. ചില വലിയ പക്ഷികളും ജീവികളും ഫുൾമറുകളെ ആക്രമിക്കും. രക്ഷപ്പെടുവാനായി ഇവർ ശത്രുവിന് നേരെ എണ്ണമയമുള്ള ഒരു ദ്രാവകം തുപ്പും. ഫുൾമറുകളുടെ ആമാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന ഈ ദ്രാവകത്തിന് ഓറഞ്ച് നിറമാണ്. കൂടാതെ ചീഞ്ഞളിഞ്ഞ മത്സ്യത്തിന് സമാനമായ അസഹ്യമായ ദുർഗന്ധവും ഇതിനുണ്ട്. ശത്രുവിൻ്റെ ശരീരത്തിൽ സ്രവം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. പക്ഷികളുടെ തൂവലുകളിൽ ഒട്ടിപ്പിടിച്ചാൽ പിന്നീട് അവയ്ക്ക് പറക്കാൻ കഴിയില്ല. രക്ഷപ്പെടുവാനായി പക്ഷികൾ വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ തൂവലുകളുടെ തിളക്കം നഷ്ടപ്പെടുന്നു. ചിലപ്പോൾ പക്ഷിയുടെ ജീവനും നഷ്ടപ്പെട്ടേക്കാം. നാവികർ നെല്ലി എന്നും സ്റ്റിങ്കർ എന്നും ഈ പക്ഷിയെ വിളിക്കുന്നു. അസഹ്യമായ ദുർഗന്ധം പുറപ്പെടുവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. 45 വർഷം വരെയാണ് ഈ പക്ഷികളുടെ ആയുസ്. ഇനി നമുക്ക് ബ്ലാക്ക് ഹെറോണുകളെ പരിചയപ്പെടാം. തെക്കൻ ആഫ്രിക്കയിലും മഡഗാസ്കറിലും കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ബ്ലാക്ക് ഹെറോൺ. ആർഡിഡേ എന്ന പക്ഷി കുടുംബത്തിലാണ് ബ്ലാക്ക് ഹെറോണുകൾ ഉൾപ്പെടുന്നത്. കറുത്ത തൂവലുകളാണ് ബ്ലാക്ക് ഹെറോണിനുള്ളത്. മെലിഞ്ഞ് നീണ്ട കാലുകളും നീണ്ട കഴുത്തും ഇവരുടെ പ്രധാന ശാരീരിക പ്രത്യേകതകളാണ്. ചതുപ്പുകൾ, നദീതീരങ്ങൾ, തണ്ണീർത്തടങ്ങൾ എന്നിവിടങ്ങളാണ് ഇവരുടെ പ്രധാന ആവാസ ഇടങ്ങൾ. ഒരു ഇടത്തരം പക്ഷിയാണ് ബ്ലാക്ക് ഹെറോൺ. 26 ഇഞ്ച് വരെ ഉയരത്തിലും 1/2 കിലോഗ്രാമോളം ഭാരത്തിലും ഇവർ വളരുന്നു. മരങ്ങളിലും കുറ്റിക്കാടുകളിലും ഇവർ കൂടുകൾ നിർമ്മിക്കുന്നു. പ്രധാന ഭക്ഷണം ചെറിയ മത്സ്യങ്ങളാണ്. ചെറിയ പ്രാണികൾ, ഉഭയജീവികൾ എന്നിവയെയും ഇവർ അകത്താക്കാറുണ്ട്. ഈ പക്ഷികൾ മികച്ച മീൻപിടുത്തക്കാരാണ്. വളരെ സവിശേഷമായ ഒരു വേട്ടയാടൽ രീതി ഉപയോഗിച്ചാണ് ഇവർ മീൻ പിടിക്കുന്നത്. മീൻ പിടിക്കുവാനായി തയ്യാറെടുക്കുന്ന ബ്ലാക്ക് ഹെറോൺ തൻ്റെ ചിറകുകൾ ചേർത്ത് കുട പോലെയാക്കി വെള്ളത്തിലിരിക്കും. ഈ ചിറകുകളുടെ താഴെ നിഴൽ രൂപപ്പെടുന്നു. നിഴലിൽ ആകൃഷ്ടരാകുന്ന മത്സ്യങ്ങൾ ചിറകിനടിയിലേക്ക് ഒത്തുകൂടും. മിന്നൽ വേഗത്തിൽ ബ്ലാക്ക് ഹെറോൺ മത്സ്യങ്ങളെ പിടികൂടും. ചിറകുകളുടെ താഴെ രൂപപ്പെടുന്ന നിഴൽ ബ്ലാക്ക് ഹെറോണിൻ്റെ കാഴ്ച മെച്ചപ്പെടുത്തുന്നു. ഇത് ഇരയെ എളുപ്പത്തിൽ കാണുവാൻ സഹായിക്കുമെന്നും കരുതപ്പെടുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക.